നമുക്ക് അത് എന്നത്തെ പോലെ ആദ്യം ഒരു ദക്ഷിണാമൂർത്തിയെ, ഉച്ഛിഷ്ട മഹാഗണപതിയെ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബദേവത, ഉപാസനാമൂർത്തി, നവഗ്രഹങ്ങൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. കൃഷ്ണമൂർത്തി സാറിന് മനസ്സോട് സങ്കല്പിക്കുക. ആയുസിന് 1 ശരീരം, 1, 8, 3 ഭാവങ്ങളാണ് ദീർഘായുസിന് നോക്കേണ്ടത്. ദീർഘായുസ് 1, 8, 3 ഭാവങ്ങളാണ് ദീർഘായുസ്. അതില് 1-ാം ഭാവം എന്ന് പറയുന്നത് ജാതകന്റെ ആരോഗ്യമാണ്. ആരോഗ്യം, ഹെൽത്ത്, അല്ലെങ്കിൽ ജാതകൻ അയാളുടെ ശരീരം എന്ന് വേണമെങ്കിൽ പറയാം. ശരീരം. 8 ആയുസാണ്. 8 അയാളുടെ ആയുസിന്റെ സ്ഥാനം. 3 എന്ന് പറയുന്നത് 8ന്റെ 8-ാം ഭാവമാണ്. 8-ാം ഭാവം ആയുസിന്റെ ആയുസാണ്. 8-ാം ഭാവം ആരോഗ്യം, ആയുസ്, ആയുസിന്റെ ആയുസ്. ഇതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതില് ആയുസിന്റെ പ്രധാന കാരകൻ, ആയുസിന്റെ പ്രധാന കാരകൻ ആരെന്നറിയോ? ശനിയാണ്. ആയുസിന്റെ കാരകൻ ശനിയാണ്. സ്ഥിരം. ഇതൊക്കെ എഴുതിക്കോണം കേട്ടോ, നോട്ട്. പിന്നെ ആയിരുന്നാലും കണ്ട് എഴുതി. ചരം, സ്ഥിരം, ഉഭയം, ഈ ഒരു 3 രാശികളില് ബാധകസ്ഥാനം, ചരത്തിന്റെ ബാധാസ്ഥാനം എത്രയാണ്? 11. സ്ഥിരത്തിന് 9, ഉഭയത്തിന് 7. KP-യില് ബാധകസ്ഥാനം പരിഗണിക്കും. പ്രത്യേകിച്ച് ആയുർ വിഷയം വരുമ്പോൾ വളരെയധികം പ്രാധാന്യത്തിൽ പരിഗണിക്കും. ബാധകസ്ഥാനം, മാരകസ്ഥാനം 2, 7. എല്ലാവർക്കും 2ഉം 7ഉം ഏത് രാശിക്കായിരുന്നാലും മാരകസ്ഥാനം അത് തന്നെയാണ്. നെഗറ്റീവ് ഹൗസ്, ഹൗസിന് HS ഹൗസ് 6, 8, 12 സെയിം ആണ്. 6, 8, 12. 6, 8, 12. പോസിറ്റീവ് ഹൗസ്, പോസിറ്റീവ് 1, 5, 9, 10, 3. 1, 3, 5, 10, 11. 1, 3, 5, 9, 10, 11. ഇവിടെ നോക്കിക്കൊള്ളുക. ഇതില് ഈ പോസിറ്റീവ്, ഇത് ബാധകസ്ഥാനം ചരത്തിന് 11, സ്ഥിരത്തിന് 9, ഉഭയത്തിന് 7 ആണ്. മാരകസ്ഥാനം ചരത്തിന് 2, 7, സ്ഥിരത്തിനും എല്ലാം സെയിം ആണ്. ബാധകനും മാരകനും സെയിം ആണ്. നെഗറ്റീവ് ഹൗസും സെയിം ആണ്. ആയുസിന്റെ വിഷയത്തില് ബാധകൻ പ്ലസ് മാരകൻ പ്ലസ് നെഗറ്റീവ് ഹൗസ് മരണം. ഇത് അറിഞ്ഞിരിക്കണം. ബാധകഭാവം പ്ലസ് മാരകഭാവം പ്ലസ് നെഗറ്റീവ് ഹൗസ് വന്നു കഴിഞ്ഞാല് മരണം സംഭവിക്കും. എങ്ങനെയെന്നുള്ളത് നമ്മൾ ഉദാഹരണ സഹിതം പഠിക്കും. അടുത്ത 3D, 3D. D എന്ന് ഉദ്ദേശിക്കുന്നത് ഡേഞ്ചർ കേട്ടോ. ഡേഞ്ചർ ഫോർ ഹെൽത്ത്. 6th ഹൗസ്, 6-ാം ഭാവം എങ്ങനെയാണ്? എന്താണ് 6-ാം ഭാവം? ഡിസീസ് ആണ്, രോഗം. 8-ാം ഭാവം ഡേഞ്ചർ, അപകടം. 12-ാം ഭാവം ഡിഫക്റ്റ്, വൈകല്യം. ഓക്കെ, ഇത് എഴുതിയിട്ടോ. 6-ാം ഭാവം രോഗമാണ്, 8-ാം ഭാവം അപകടമാണ്,
12ാം ഭാവം ഡിഫക്റ്റ് ആണ്, വൈകല്യമാണ്. ഇത് ഒന്ന് മാത്രമല്ല, അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ടെങ്കിലും ഇത് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞ് നോക്കി വച്ചേക്കണം. അടുത്ത ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞതില് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. 3D എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? 3D 3D എന്ന് പറഞ്ഞ 3 ഡേഞ്ചർ എന്ന് ഉദ്ദേശിച്ചതേ ഉള്ളൂ 3D എന്ന് എഴുതിയിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ D വന്നുകൊണ്ട് അവിടെ 3D എന്ന് എഴുതിയെന്ന. ഓക്കെ, ഹെൽത്തിനെ ബാധിക്കുന്ന 3D, ഡിസീസ്, ഡേഞ്ചർ, ഡിഫക്റ്റ്, ഇത് മൂന്നും ഉണ്ടെന്ന. പിന്നെ മാരകഭാവങ്ങളെക്കാൾ ഏറ്റവും ദോഷമാണ് ഏത് ഭാവമായിരിക്കും? ബാധകം. ട്രഡീഷണലിൽ ബാധകം എടുക്കില്ല, പക്ഷെ നമ്മള് KP-യിൽ ബാധകഭാവം നോക്കും കേട്ടോ. മാരകഭാവങ്ങളെക്കാൾ ഏറ്റവും ദോഷമാണ് ബാധകഭാവം. അതുകൊണ്ട് ആദ്യം ബാധകഭാവവും ശേഷം മാരകഭാവവും പരിഗണിക്കാം. ഫസ്റ്റ് ബാധഭാവം, സെക്കൻഡ് മാരകഭാവത്തിനെയും പരിഗണിക്കാം കേട്ടോ. ആയുസിന്റെ വിഷയത്തിൽ വളരെ പ്രധാനമാണ് ബാധകനും മാരകനും വന്ന് 6, 8, 12 ഭാവങ്ങളൊക്കെ ചേരുകയാണെങ്കിൽ അപകടമാണ്. അത് ആയുസിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു ലക്ഷണമാണ്. അതെങ്ങനെയെന്ന് നോക്കിയുള്ള നമ്മൾ ഇനിയിപ്പോ പഠിക്കും. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. അടുത്തതിലോട്ട് പോവാമല്ലോ. ശരി, അടുത്തതിലോട്ട് പോവാം. നല്ല ആരോഗ്യം, ഗുഡ് ഹെൽത്ത്. നല്ല ആരോഗ്യത്തിന് ഫസ്റ്റ് CSL, ഫസ്റ്റ് കസ്പൽ സബ്ലോഡ്, ഫസ്റ്റ് CSLന്റെ കസ്പൽ സബ് ലോഡാണ് കേട്ടോ. ഒന്നാം ട്രഡീഷണലാണെങ്കിൽ ലഗ്നാധിപനാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് കസ്പൽ സബ് ലോഡാണ്. 1, 5, 9, 11 സൂചിപ്പിക്കണം. 1, 5, 9, 11. അതായത് ഫസ്റ്റ് കസ്പൽ സബ് ലോഡ് റിസൾട്ട് ലെവലിൽ കേട്ടോ. റിസൾട്ട് ആണ്, റിസൾട്ടിൽ 1, 5, 9, 11. സബ് ലോഡിലും റിസൾട്ട്, അതായത് ഫലം തരുമ്പോൾ 1, 5, 9, 11 സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമാണ്. 1 ശരീരമാണ്, 5 ഹീലിംഗ്, രോഗശമനം, ചികിത്സ. ഓക്കെ, ഹീലിംഗ്. കാരണം ഇത് 6ന്റെ 12 6ന്റെ 12ാം ഭാവമാണ് 5 കേട്ടോ. അപ്പൊ 6 രോഗമാണ്, അതിന് നശിപ്പിക്കാൻ 5 വേണം, ഹീലിംഗ് ആണ് കേട്ടോ. 9 ഭാഗ്യമാണ്, ഈശ്വരാധീനം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ഥിരരാശി വരുമ്പോ 9 ഒന്ന് ശ്രദ്ധിച്ചേ എടുക്കാവൂ കേട്ടോ. ഇവിടെ ഗോഡ് ഗ്രേസ് അല്ലെങ്കിൽ ലക്ക് എന്നൊക്കെ പറയും. പക്ഷെ സ്ഥിരരാശിക്ക് വരുമ്പോ 11 എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. സ്ഥിരത്തിന് 11 എടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. 9 സ്ഥിരരാശിക്ക് ചിലപ്പോൾ പണി തരുന്നതാണ്. 11ാം ഭാവം നേട്ടമാണ്, ലക്ക്, നമ്മുടെ ഗെയിൻ, നേട്ടം. അത് എന്തിന്റെ ആയിരുന്നു? ശരീരത്തിന്റെ നേട്ടം, രോഗം കുറഞ്ഞുള്ള ആരോഗ്യത്തിന്റെ നേട്ടം, ഇതെല്ലാം വരും. 1, 5, 9, 11 ആരോഗ്യത്തിന്റെ. ചരരാശിയിലപ്പോ 11 എടുക്കുന്നതും പ്രശ്നമല്ലേ? ചരരാശിക്ക് 11 എടുക്കരുത്. അവിടെ നമ്മൾ ഈ കോമൺ ഈ നിയമം ഉപയോഗിച്ചാൽ 9ഉം 11 മാത്രം ശ്രദ്ധിച്ചോ. 9ഉം 11 വരുമ്പോ ഇത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് എടുക്കാം. എങ്ങനെയാന്ന് പറഞ്ഞാല് അത് തന്നെ ഉദാഹരണം വരുമ്പോഴത്തേക്ക് കാണിച്ചു. ഇതിന്റെ കൂടെ 6, 8, 12 ഭാവങ്ങൾ കണക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇവര് നല്ലവരായിരിക്കും, വലിയ പ്രശ്നമില്ലാതെ പോകും. ഇവരോട് നെഗറ്റീവായിട്ടുള്ള ഭാവം ചേരുമ്പോഴാണ് ഇവര് പണി ചെയ്യുന്നത് കേട്ടോ. അതായത് മോശപ്പെട്ട കൂട്ടുകെട്ടിൽ ചേരുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാല് ചരരാശിക്കാണെങ്കിൽ ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളാം അല്ലെ. ചര 1, 5, 9 ഓക്കെ, ബെറ്റർ. സ്ഥിരം 1, 5, 11 മതി കേട്ടോ. ഉഭയം നേരത്തെ പറഞ്ഞല്ലോ 1, 5, 9, 11. ഓക്കെ, ചരരാശിയാണെങ്കിൽ 1, 5, 9 വന്നാൽ മതി.
സ്ഥിരരാശിക്ക് 1, 5, 11 കിട്ടിയാൽ മതി. ഉഭയരാശിക്ക് 1, 5, 9, 11 ഏത് വന്നാലും മതി കേട്ടോ. ഈ രണ്ട് വന്നു കഴിഞ്ഞാലും ഉഭയരാശിക്ക് ഓക്കെ ആണ്. പിടി കിട്ടിയല്ല? ഈ പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? അത്രേ ഇതിൽ ഫസ്റ്റ് കസ്പൽ സബ്ലോഡ് എന്ന് പറയുമ്പോ നമ്മള് ചിന്തിക്കുമ്പോ ഒന്നാം ആ ഭാവത്തിന്റെ ആണോ ഒന്നാം അത് നമ്മളിപ്പം ഭാവത്തിലെ പഠിക്കും. ഇപ്പം പഠിക്കും. ഇപ്പോഴേ ഭാവാധിപന്യോ? ഇപ്പം നമ്മൾ പഠിക്കും. ഓക്കെ ജാതകം നമ്മള് ഓക്കെ സർ. പ്രാക്ടിക്കലില് ഒരു തിയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു 2-3 ജാതകം പ്രാക്ടിക്കൽ സെക്ഷൻ നോക്കും. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണെന്ന് നോക്കും. ഓക്കെ, അതുകൊണ്ട് അതൊന്നും വേണ്ട, അതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട. അത് എങ്ങനെയാണ് നോക്കുന്നത്, ജാതകത്തിൽ എങ്ങനെയാണ് എടുക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പം പഠിക്കും. ആദ്യം തിയറി, ഈ ഒരു തിയറി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. ഞാനിതൊന്നും മാറ്റിയാണില്ല. ശരി, അതില് നമ്മൾ ഗുഡ് ഹെൽത്ത് പറഞ്ഞു. അപ്പോൾ ബാഡ് ഹെൽത്ത്, ഫസ്റ്റ് സി എസ് എല് 1, 6, 8, 12 സൂചിപ്പിച്ചു കഴിഞ്ഞാല് ബാഡ് ഹെൽത്ത്, അത് ആരോഗ്യ നാശത്തെയാണ്. 1 ശരീരം, നേരത്തെ പറഞ്ഞു 1 ശരീരം, 6 രോഗം, 8 വേദന, കഠിനമായ രോഗങ്ങൾ, ക്രോണിക് ഡിസീസ് ആയിട്ടുള്ള കഠിനമായ രോഗങ്ങൾ. 12 ശരീരത്തിന്റെ പതനം, ശരീരത്തിന്റെ നഷ്ടം. അതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റലൈസേഷൻ, ആശുപത്രിവാസം, ഹോസ്പിറ്റലൈസേഷൻ കേട്ടോ. 12 വന്നു കഴിഞ്ഞാൽ ആശുപത്രിവാസമാണ്, ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ പറയണം. ശരീരപതനം ഇതും ശ്രദ്ധിച്ചോണം. 1, 6, 8, 12. അപ്പോഴ് നല്ല ആരോഗ്യത്തിന്റെ ഭാവം നമ്മൾ പറഞ്ഞു. അതിന്റെ അസുഖം മാറുന്ന ലക്ഷണം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ഭാവം വന്നു കഴിഞ്ഞാൽ അസുഖം കുറഞ്ഞു എന്നാണ്. അപ്പൊ 1, 5, 11 ഭാവങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരോഗ്യം, 5 വന്നിട്ട് അസുഖത്തിന്റെ കുറവ്. അതുപോലെ മനസ്സിലായില്ലേ? 1, 5, 11. ഇത് 6ന്റെ 12 ആണ്, ഇത് 12ന്റെ 12 ആണ്. 6ഉം 12നെയും വെട്ടണമെങ്കിൽ 5ഉം 11ഉം വന്നാൽ മതി. അപ്പോൾ ഇത് ഗുഡ് ഹെൽത്ത് ആണ്, നല്ല ആരോഗ്യം ഇത് പറയണം കേട്ടോ. ഇപ്പൊ കിടപ്പ് രോഗത്തിന്റെ ഒക്കെ ശമനമൊക്കെ 11 വന്നാൽ മതി. അപ്പൊ ഇതാണ് 1, 5, 11 കൊണ്ട് ആരോഗ്യം എന്ന് പറയുന്നത്. അന്ന് 6നെയും 12നെയും അവൻ വെട്ടി കേട്ടോ. ഇനി പറയുന്നത് ഷോർട്ട് ലൈഫ്. up to 33 years ഷോർട്ട് ലൈഫ്, അല്പായുസ്. 1, 3, 8 ഭാവങ്ങളുടെ CSLന് ബാധക പ്ലസ് മാരക പ്ലസ് 6, 8, 12 ബന്ധം. ബാധക മാരക 6, 8, 12 ഭാവങ്ങളുടെ ബന്ധം. പിന്നെ മൂന്നാമത്തെ ദശ ഇങ്ങനെ വരുന്ന കോമ്പിനേഷനിൽ മൂന്നാമത്തെ ദശ ദോഷമാവും. എന്തുകൊണ്ടെന്നറിയോ? മൂന്നാമത്തെ ദശ അഷ്ടമത്തിന്റെ അഷ്ടമായതുകൊണ്ടാണ്. അല്ല, വിപത്ത്. മൂന്നാമത്തെ ദശ എന്ന് പറയുന്നത് ഇയാളുടെ മൂന്നാമത്തെ നക്ഷത്രമാണ്. അത് ജന്മനക്ഷത്രത്തിന്റെ വിപത്ത് നക്ഷത്രമായിട്ടുള്ള ഗ്രഹത്തിന്റെ ദശ വരും. വിപത്ത് നക്ഷത്രാധിപന്റെ ദശ. നക്ഷത്രാധിപ മാരക പ്ലസ് 12 ബന്ധം പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ബന്ധം വന്നാൽ മതിയോ, അതോ 3 ബന്ധം വേണം? ഇതിന്റെ എത്രത്തോളം ബന്ധം വരുമോ അത്രത്തോളം പ്രശ്നം കൂടും. നമ്മളത് പഠിക്കും. അത് 6 മാത്രമുള്ളതിന്റെ ദോഷം ആയിരിക്കില്ല, 6ഉം 8ഉം കൂടെ ചേരുന്നത്. 6ഉം 8ഉം ചേരുന്നതിനെക്കാട്ടി ദോഷമായിരിക്കും 6, 8, 12 ചേരുമ്പോൾ. പിടിയിട്ടില്ലേ? അതിനനുസരിച്ച് രോഗത്തിന്റെ കാഠിന്യം കൂടുകയാണ്.
മനസ്സിലായി. കേട്ടോ. പിന്നെ ഈ കോമ്പിനേഷനിൽ 5 കയറി വരുമ്പോ 5, 11 വരുമ്പോഴത്തേക്ക് ആ ചികിത്സ കിട്ടും, അസുഖം ഭേദമാവും, അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളിലേക്ക് പോകും. ഓക്കെ, ഇതൊരു നിയമമാണ്, ഇതൊരു ഷോർട്ട് ലൈഫിന്റെ നിയമമാണ്. ഇതിനെ വെട്ടാവുന്ന മറ്റു നിയമങ്ങളും കൂടെ ഇതിനെ ചേർന്ന് വരുമ്പോ അത് ലോജിക്കാ. 8, 5, 11 നേരത്തെ പറഞ്ഞ പോലെ ആയുസിന്റെ, ആരോഗ്യത്തിന്റെ, ചികിത്സയുടെ ഒക്കെ ഭാഗങ്ങൾ ഒത്തു വരുമ്പോഴാണ് അത് മാറ്റം വരുന്നത്. ഇപ്പൊ മധ്യ ആയുസിന് ഷോർട്ട് ലൈഫ്, മധ്യ ആയുസ്. ഇനി അടുത്ത മീഡിയം ലൈഫ്. മീഡിയം ലൈഫ് അപ് ടു 66 ആണ്. 138 CSLന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാധക പ്ലസ് മാരക പ്ലസ് പോസിറ്റീവ് ഹൗസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോന്നിന്റെയും പോസിറ്റീവ് ഹൗസ് നമ്മൾ ആ ഒരു 3 പ്രാവശ്യം എഴുതിയില്ല, അല്ലെങ്കിൽ ചരം, സ്ഥിരം, ഉഭയം രാശികൾക്ക് പോസിറ്റീവ് ഹൗസ് 1, 5, 9, 10, 3 എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അത് തന്നെയാണ് പോസിറ്റീവ് ഹൗസ് എന്ന് ഉദ്ദേശിച്ചത്. ആ പോസിറ്റീവ് ഹൗസും കൂടെ ചേർന്ന് പറയുകയാണെങ്കിൽ ആയുസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കാം. പോസിറ്റീവ് ഹൗസ് പ്ലസ് 6, 8, 12 ഇത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. അത് 66 വയസ്സ് വരെ ഉള്ളു ആയുസ്, മധ്യ ആയുസാണ്. പിന്നെ 5ാമത്തെ ദശ പണി തരും. 5ാമത്തെ ദശ വളരെ ശ്രദ്ധിക്കും. 5ാമത്തെ ദശ കാരണം പ്രത്യര നക്ഷത്രാധിപന്റെ ദശ. പ്രത്യര നക്ഷത്രാധിപന്റെ ദശയാണ്. അത് 5ാമത്തെ ദശയായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പൂർണ്ണ ആയുസ് അത് 66 മുകളിലോട്ടുള്ള ആയുസ്. നേരത്തെ പറഞ്ഞ 1, 3, 8 ഭാവങ്ങളുടെ CSLന് 1, 5, 9, 10, 11 ബന്ധം. ബാധകനും മാരകനും വരരുത്. ബാധക മാരക ബന്ധം വരരുത് കേട്ടോ. 1, 5, 9, 10 പ്ലസ് അത് എന്താ പറയുക, നല്ല ഭാവങ്ങളുടെ ബന്ധം മാത്രം. ഈ കോമ്പിനേഷനിൽ 7ാമത്തെ ദശ, അതായത് വധ നക്ഷത്രാധിപന്റെ ദശ ശ്രദ്ധിക്കണം. ദശ ദോഷമായിരിക്കും. വിപത് പ്രത്യര വധ എന്ന് പറയുന്ന വധ നക്ഷത്രാധിപന്റെ ദശ ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ പൂർണ്ണായുസുകാരന് ദോഷമായിരിക്കും. അപ്പൊ ഇത് ദീർഘായുസ്, മധ്യായുസ് എന്നുള്ളതെല്ലാം ഇതിൽ നമ്മൾ പറഞ്ഞു. ഇതുവരെ ഓക്കെ ആണല്ലോ? അടുത്തതിലോട്ട് പോവാം. അതില് കുറച്ചൊന്നും മനസ്സിലാവാത്തുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നുമല്ല. ഇതിനകത്ത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റത്തെ അല്ല, മധ്യായുസാണോ, ഷോർട്ട് ലൈഫ് ആണോ, മീഡിയം ലൈഫ് ആണോ? അവിടെ ഈ പിന്നെ 3ാമത്തെ ദശ പറഞ്ഞല്ലോ, 3ാമത്തെ ദശ വിപത്ത് നക്ഷത്രത്തിന്റെ. അപ്പൊ ശരിക്കും നമുക്കത് ഏത് ഇതാണെന്നില്ല, ആ നക്ഷത്രത്തിലാണോ നോക്കുന്നത്, അതാ 3 വിപത്ത് പ്രത്യര വധം എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണോ നോക്കുന്നത്? അത് അല്ല, ഇതിപ്പോഴേ ഈ 5ാമത്തെ 7ാമത്തെ ഈ 5, 7, 3 നമ്മുടെ ജാതകത്തിലുള്ള 3, 5, 7 നക്ഷത്രങ്ങളുണ്ടല്ലോ, ഗോമാസ താരാദികൾ. 3, 5, 7 പറയുന്നത് വധപ്രത്യര നക്ഷത്രങ്ങള്, അതാണോ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇപ്പോ ഒരാളുടെ നിങ്ങളുടെ എല്ലാ ജാതകത്തിലും നിങ്ങൾ ജനിച്ച നക്ഷത്രത്തിന്റെ 3ാമത്തെ നക്ഷത്രാധിപന്റെ ദശ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 3ാമത്തെ ദശയാണ്. അപ്പൊ ആ ദശ ഇതുപോലെ ആ ദശ വരികയും ഇതുപോലെ ദോഷമായിട്ട് നിൽക്കുന്നതും വരികയാണെങ്കിൽ അത് വിപത്തിന്റെ നക്ഷത്രാധിപന്റെ ദശയാണ്. അവിടെ ഡേഞ്ചറാ ആ ദശ, ആയുസിനെ ഹനിക്കാവുന്ന ഒരു ദശയാണത്. ആ 3ാമത്തെ ദശ വരെ കാത്തിരിക്കണമെന്നല്ല, അതുവരെ. അതിന് മുന്നേയും ആയുസ്, ഷോർട്ട് ലൈഫിലാണെങ്കിൽ അതിന് മുന്നേയും ആയുസ് പോവാം. പക്ഷെ ഈ 3ാമത്തെ ദശ കടക്കുന്ന കാര്യം വലിയ പാടായിരിക്കും. പിടികിട്ടിയാ? മറ്റേതില് ഇതില് ശുഭനോട് വരുമ്പോഴാണ് 5ാമത്തെ ദശ കടന്നു കിട്ടാൻ പാടായിരിക്കും എങ്കിൽ പോലും. ഓക്കെ,
ഓക്കെ. ശരി. അല്ല, ഇതിനി അങ്ങോട്ട് എക്സാമ്പിളുകൾ വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇനി അങ്ങോട്ടെ എക്സാമ്പിൾ കണ്ടുവരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ പിടിയിട്ടു. ഇനി ശനി ആയുസിന്റെ കാരകനാണ്, അതറിയാലോ. ശനി 8ൽ നിന്നാൽ ആയുസിനെ വർദ്ധിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശനി 8ൽ നിന്നാൽ നിന്നാൽ ആയുസിനെ കൂട്ടും, ആയുസ് കൂടും കേട്ടോ. ശനിയുടെ 8ലെ ദൃഷ്ടിയും കൊള്ളാം. 8ലേക്ക് ദൃഷ്ടി ചെയ്താലും കൊള്ളാം കേട്ടോ. 8ലേക്ക് ദൃഷ്ടി വന്നാലും കൊള്ളാം. ശനിക്ക് 8ലേക്ക് ദൃഷ്ടി വന്നാലും കൊള്ളാം. പിന്നെ ഇത്രയും കാര്യങ്ങൾ. ഒന്ന്, ഫസ്റ്റ് CSL ബന്ധമല്ലേ. 1-11 നല്ല ആരോഗ്യം. നിങ്ങൾ നേരത്തെ ഈ ഹൗസ് ഗ്രൂപ്പിംഗിൽ ഇത് പഠിച്ചിട്ടുള്ളതാ. 1-11 നല്ല ആരോഗ്യം. 6-8-12 ഇതെല്ലാം ഫസ്റ്റ് CSL-നാണ്. 1-ാം ഭാഗത്തിന്റെ CSL-ന് 1-11 ബന്ധം വന്നാൽ നല്ല ആരോഗ്യം. 6-8-12 വന്നു കഴിഞ്ഞാല് രോഗം കേട്ടാ. പിന്നെ 1-6 ഓർ 1-12 മൈനർ ഡിസീസ്, മൈനർ ഡിസീസ്. 1-6-8 ലോങ് ഡിസീസ്, ദീർഘകാലം നിൽക്കുന്ന അസുഖത്തിലേക്ക് കൊണ്ടുപോകും. കുജനും കൂടെ വന്നാൽ, കുജബന്ധവും കൂടെ വന്നാല് സർജറി, അതൊരു ശസ്ത്രക്രിയയുടെ ഒക്കെ ഫലം കൊടുക്കും. 1-6-8-12 ഇത് എഴുതണമെന്നില്ല, ഇത് നിങ്ങൾക്ക് മറ്റേ നോട്ടിൽ കാണാൻ സാധ്യത കേട്ടോ. 1-6-8-12 ബന്ധം വന്നാൽ ലൈഫ് ലോങ് ഡിസീസ് ആണ് കേട്ടോ. ലൈഫ് ലോങ്, വളരെ കാലം ഡിസീസാണ്, ലൈഫ് ലോങ് ഡിസീസ്. 6-8-12 കുജൻ, 6-8-12 പ്ലസ് കുജൻ, സർജറി. 1-5-11 രോഗമുക്തിയാണ്. 4-10 വന്നു കഴിഞ്ഞാല് ചികിത്സ ശരിയാവൂല കേട്ടോ. ചികിത്സ ശരിയാകുന്നില്ല, അയാളുടെ ട്രീറ്റ്മെന്റ് ശരിയാകുന്നില്ല. 2-4-11 വന്നു കഴിഞ്ഞാല് ഡിസ്ചാർജ് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും കേട്ടോ. ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ. 8-12 പ്ലസ് കുജൻ അപകടം. ചൊവ്വ, ശനി, രാഹു, കേതു ബന്ധം എല്ലാം അപകടമാണ് കേട്ടോ. ഈ ഗ്രഹങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം. പിന്നെ ഉള്ളത് 8-12 BDK മീൻസ് ബാധകൻ പ്ലസ് MRK മാരകൻ. അൺനാച്ചുറൽ ഡെത്ത്, അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡെത്ത്. ഇത് സൂയിസൈഡ് ആണ് കേട്ടോ, ആത്മഹത്യ. 8-12 ബാധകനും മാരകനൊക്കെ ചേർന്ന് വരും. അതിനോടൊപ്പം തന്നെ ആ കിടക്കുന്ന ഇതില് ചൊവ്വ, ശനി, രാഹു, കേതു ഒക്കെ വന്നാൽ മതി കേട്ടോ. ചൊവ്വ, ശനി, രാഹു, കേതു ഒക്കെ വരികയാണെങ്കിൽ ആത്മഹത്യയൊക്കെ സൂചിപ്പിക്കാം. 12നെയും പരിഗണിക്കാം കേട്ടോ. ആത്മഹത്യ വരുമ്പോഴത്തേക്ക് 12 ശരീരത്തിന്റെ പതനമാണ്. ദശ അപഹാര ചിത്രങ്ങളിൽ ഇതിന്റെ ബന്ധവും കൂടെ വേണം. പിന്നെ 3-9-12 ബന്ധം വരുമ്പോ വിദേശത്ത് വെച്ച് മരിക്കും, വിദേശത്ത് വെച്ച് മരണം. ഇതിന് 3-9-12 വരുമ്പോ വിദേശത്ത് വെച്ച് മരണം. യാത്രക്കിടെ മരണം, യാത്രക്കിടെ മരണം. ഇത് 3-9-12 മാത്രം വന്നാൽ പോരാ, ഈ കോമ്പിനേഷനിൽ എവിടെയെങ്കിലും 3-9 കൂടെ കയറി വരികയാണെങ്കിൽ യാത്ര ചെയ്ത് മരണം സംഭവിക്കുക, വിദേശത്ത് വെച്ച് മരണം സംഭവിക്കുക എന്നുള്ള കോമ്പിനേഷൻസ് ആണ്. ഇത്രയും തിയറി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ നോക്കാം. ഓക്കെ, നോക്കാലോ. ഓക്കെ ആണല്ലോ. ശരി, ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിട്ടോ.
എല്ലാവരും.